മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിങ്ങൾ അനുഭവിച്ച സങ്കടങ്ങൾക്കും ദുഃഖങ്ങൾക്കും പരിഹാസങ്ങൾക്കുമൊടുവിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ ഒരുപാട് മുഹൂർത്തങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. ഒരു വ്യക്തിക്ക് ജീവിതകാലം മുഴുവനും ദുഃഖം മാത്രവും സന്തോഷം മാത്രവും അനുഭവിക്കാൻ കഴിയില്ല. കാരണം ഈ ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്. ഭക്തരെ, നഷ്ടപ്പെട്ടതിനെ സ്നേഹിക്കാൻ ജീവിതം പഠിപ്പിക്കുന്നതിന് മുമ്പ് ഉള്ളതിനെ സ്നേഹിക്കാൻ പഠിക്കുക. ക്ഷമയോടെ ഇരിക്കുക. ശരിയായ നിമിഷത്തിൽ എല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരും. തനിച്ചാക്കി പോകില്ല എന്ന അമിത വിശ്വാസത്തിൽ ആരെയും ജീവന് തുല്യം സ്നേഹിക്കരുത്. മനുഷ്യരാണ്. സാഹചര്യം മാറുമ്പോൾ ചിലപ്പോൾ സ്വഭാവം മാറിയെന്നും വരാം. ഭക്തരെ, ദേഷ്യത്തെ പേടിക്കണ്ട, അത് സ്നേഹം കൊണ്ടാണ്. എന്നാൽ അവഗണനയെ പേടിക്കണം, അത് വെറുപ്പ് കൊണ്ടാണ്. മനോഹരമായ 1000 മുഖങ്ങളേക്കാൾ നന്മയുള്ള ഹൃദയം മികച്ചതാണ്. അതിനാൽ മുഖത്തേക്കാൾ മനോഹരമായ ഹൃദയമുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക. ആഴത്തിലിറങ്ങിയാൽ പിന്നെ പറിച്ചു മാറ്റാൻ പാടാണ്. അത് മണ്ണിലായാലും മനസ്സിലായാലും. ഭക്തരെ, വിശ്വാസം തന്നെയാണ് ബന്ധങ്ങളുടെ ആത്മാവ്. അത് നഷ്ടപ്പെടുത്തിയവർ പിന്നെ എത്ര അടുപ്പം കാണിച്ചാലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരകലം ബാക്കിയുണ്ടാകും. കൈവിട്ട് കളഞ്ഞതൊന്നും തിരികെ വേണമെന്ന് തോന്നിയാൽ കിട്ടിയെന്ന് വരില്ല. കാരണം കാലത്തിന് മനുഷ്യനേക്കാൾ വാശിയാണ്. ഭക്തരെ, ഒരാളോടുള്ള നിങ്ങളുടെ സ്നേഹം എത്രത്തോളം മറച്ചു വയ്ക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ മനസ്സ് അവരിലേക്ക് അടുക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ കുറവുകളെക്കുറിച്ച് നിങ്ങളോട് തുറന്നു പറയാൻ മടിക്കുന്ന ഒരു സുഹൃത്തിനെ ഒരിക്കലും വിശ്വസിക്കരുത്. അകറ്റി നിർത്തേണ്ടവരെ അകറ്റി തന്നെ നിർത്തുക. അല്ലാതെ വീണ്ടും നിങ്ങളിലേക്ക് തന്നെ അടുപ്പിച്ചാൽ അത് നിങ്ങളുടെ നാശത്തിനല്ലാതെ വേറൊന്നിനും വഴിവെക്കില്ല. ഭക്തരെ, നിങ്ങളെ അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചും അവഗണിക്കാൻ പഠിച്ചാൽ ജീവിതം കുറെ കൂടി എളുപ്പമാകും. നിങ്ങൾക്കൊരിക്കലും ചെയ്യാൻ കഴിയില്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തു കാണിക്കുമ്പോഴാണ് ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാകുന്നത്. നിങ്ങൾ ശരിയായി ജീവിതത്തെ ഗൗനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അർഹമായതെല്ലാം ജീവിതം നൽകും. ഭക്തരെ, എന്തിനോടും സ്നേഹം കൂടി വരുമ്പോൾ മനസ്സ് നിയന്ത്രിക്കാൻ പഠിക്കണം. ഇല്ലെങ്കിൽ ദുഃഖമായിരിക്കും ഫലം. ഭക്തരെ, ഒരു കാര്യത്തിലും തൃപ്തിയില്ലാത്തവരോടൊപ്പം ജീവിക്കുന്നത് കുടം കമഴ്ത്തി വെച്ച് വെള്ളം കോരി ഒഴിച്ച് നിറയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴാണ് കൂടെ നിന്നവരിൽ പലരുടെയും മുഖംമൂടികൾ അഴിഞ്ഞു വീഴുന്നത് കാണാൻ സാധിക്കുന്നത്. ഭക്തരെ, അവരില്ലെങ്കിൽ നിങ്ങളെങ്ങനെ ജീവിക്കും എന്നതിനു പകരം ആരില്ലെങ്കിലും എനിക്ക് ജീവിച്ചേ മതിയാകൂ എന്ന മനോഭാവത്തിൽ നിന്നുമാണ് നിങ്ങൾ ജീവിതം തൊട്ടറിയുന്നത്. ഭക്തരെ, നിങ്ങൾ മറികടക്കേണ്ട ഏറ്റവും വലിയ പ്രതിബന്ധം നിങ്ങളുടെ മനസ്സാണ്. അതിനെ മറികടക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്തും തരണം ചെയ്യാൻ സാധിക്കും. ഭക്തരെ, നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുക. നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ അഭിപ്രായം പറയാതിരിക്കുക. രണ്ടും മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും. ഒരുമിച്ച് നടന്നപ്പോൾ എന്തു നേടി എന്നതല്ല, തനിച്ചു നടന്നപ്പോൾ പിന്നിൽ നിന്ന് വിളിക്കാൻ പോലും ആരുമില്ലെന്ന തിരിച്ചറിവാണ് ജീവിതം. ഭക്തരെ, പ്രതീക്ഷകൾ ഇലകൾ പോലെയാവണം. കൊഴിയും തോറും പുതിയവ തളിർത്തുകൊണ്ടേയിരിക്കണം. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.